വർക്കലയിൽ ഇടിമിന്നലേറ്റ യുവാവ് മരിച്ചു. വിളപ്പുറം ചാരൻകുഴി സ്വദേശി രാജേഷാണ് മരിച്ചത്. വീടിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് മിന്നലേറ്റത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, എപ്പോഴാണ് ഈ മിന്നൽ ആഘാതമുണ്ടായത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് 8 മണിയോട് കൂടിയാണ് അപകടം. ഇന്ന് വൈകുന്നേരം തൊട്ട് തന്നെ തിരുവനന്തപുരത്ത് ശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇടിമിന്നലേറ്റ് വർക്കല ചാരിൻകുഴി കുന്നംപുറം സ്വദേശിയായ രാജേഷാണ് മരിച്ചത്. 19 വയസ്സാണ് രാജേഷിന്റെ പ്രായം. വീടിന് മുന്നിൽ ഇരിക്കവെയാണ് രാജേഷിന് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാജേഷിനെ എത്തിച്ചെങ്കിലും മരിക്കുകയാണ് ഉണ്ടായത്. ഈ അപകട സമയത്ത് രാജേഷിന്റെ മാതാപിതാക്കളും സഹോദരന്മാരും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് ആർക്കും അപകടം ഉണ്ടായിട്ടില്ല. കൂലിപ്പണിക്കാരനാണ് രാജേഷ്. ശക്തമായിട്ടുള്ള ഇടിമിന്നൽ വർക്കലയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാജേഷിന്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീടിനും സമാനമായി ഇടിമിന്നലേറ്റ് ആ വീടിന്റെ വയറിംഗ് മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട്. ആ വീട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. പക്ഷേ രാജേഷിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വീടിന് മുന്നിൽ ഒരു 8 മണിയോട് കൂടി ഇരിക്കുന്ന സമയത്താണ് രാജേഷിന് ഇടിമിന്നലേൽക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ വീട്ടുകാരൊക്കെ പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജേഷിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വളരെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് സംസ്ഥാനം പരക്കെ നല്ല മഴയുള്ള സമയമാണ്. എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവരങ്ങൾ നൽകിയത് അർജുൻ രാജ.